അപ്പോൾ എല്ലാവരും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് പഠിച്ചതെങ്ങനെ ഓർത്തിരിക്കാം. അതായത് എല്ലാവരും ചോദിക്കുന്നതാണ് എന്ന് വെച്ചാൽ അയ്യോ ഞാൻ പഠിച്ചു, കുറച്ച് മുമ്പേ പഠിച്ചു, അത് 2 ദിവസം കഴിയുമ്പോഴത്തേനും പിന്നെ ആലോചിക്കുമ്പോഴത്തേനും മറന്നുപോയി, എത്ര പഠിച്ചു എന്ന് തന്നെ ഓർമ്മയില്ല, ആ പറയുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ഓർക്കാൻ തന്നെ പറ്റുന്നില്ല, ഇതൊക്കെ മുന്നേ പഠിച്ചതാണെന്ന് തന്നെ തോന്നുന്നില്ല. അങ്ങനെ പല 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 കംപ്ലൈൻസുകൾ വരുന്ന ഒരു ടൈമാണിത്. അപ്പോൾ എങ്ങനെ നമ്മൾ പഠിച്ചതൊക്കെ ഓർത്തിരിക്കാം എന്നുള്ളൊരു ചെറിയൊരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ തരാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സംഭവം എന്താ നോക്കാം. നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പോരായ്മ എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സാധാരണ ഭൂരിഭാഗം ആൾക്കാരും വായിച്ച് പഠിക്കുന്നവരായിരിക്കാം. അതായത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കുന്നവർ. അതല്ലാതെ കുറച്ച് ആൾക്കാരെന്ന് പറയുന്ന കുറച്ച് ഗ്രൂപ്പിൽ പെട്ടവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കും, അതിൽ നിന്നൊരു നോട്ട് ഉണ്ടാക്കും, അങ്ങനെ നോട്ട് എഴുതി പഠിക്കുന്നവരുണ്ടാവാം. അതല്ലാതെ തന്നെ വേറെ വേറെ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്നവരുണ്ടാവാം. ഇങ്ങനെ പല തരത്തിലെ ആൾക്കാരുണ്ടാവാം. നിങ്ങളെല്ലാവരും പഠിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ്. അതായത് ഒരേ ടെക്സ്റ്റ് ബുക്ക്, ഒരേ സാധനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പഠിച്ച കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ഓർക്കുന്നില്ല എന്നുള്ളതിന്റെ മെയിൻ പോരായ്മ എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് എന്ന് ആലോചിക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഇന്ന് ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞു, ആ പോർഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ എന്തൊക്കെ പഠിച്ചു എന്ന് ആലോചിക്കുന്ന ഇതിൽ എത്ര പേരുണ്ട്? എത്ര പേർ ആലോചിക്കുന്നോ അത്രയും പേർക്ക് ആ പഠിച്ച സംഭവം ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ് നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എത്ര ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം നിങ്ങളുടെ എത്ര ഓർമ്മയുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊക്കെ പിന്നെയും പിന്നെയും പഠിക്കണം, പിന്നെയും വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. സോ അങ്ങനെ ഒരു സംഭവത്തിന് ഒരു ആൻസർ ആയിട്ട്, ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതെന്ന് പറയുന്ന ഒരു ബുക്കിന്റെ രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ആ ബുക്കിന്റെ പേരെന്ന് പറയുന്നത് ബയോ ബ്ലിറ്റ്സ് എന്നാണ്. അതായത് സാധാരണ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്തു. അപ്പോൾ ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിലേറ്റവും എല്ലാ ആൾക്കാരും തെറ്റിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മയിരിക്കാത്ത അങ്ങനെയായിട്ടുള്ള ഒരു പോർഷനാണ് കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പൊ ഈ പറഞ്ഞ കിങ്ഡം ഫഞ്ചൈ എന്ന് പറഞ്ഞ ഏരിയയിൽ നമുക്ക് പല മൈസീറ്റ്സുകൾ ഉണ്ട്. അതായത് ഫൈക്കോമൈസീറ്റ്സ്, എസ്കോമൈസീറ്റ്സ്, പെസിഡിയോമൈസീറ്റ്സ്, ഡ്യൂട്രോമൈസീറ്റ്സ്, അങ്ങനെ പല മൈസീറ്റ്സുകൾ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾസുകളും അതിന്റെ സെക്ഷുവൽ സ്പോർട്സ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എൻഡോജിനസ്ലി ആണോ എക്സോജിനസ്ലി ആണോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താ പറയുക ഓർമ്മയിൽ നിൽക്കാത്ത കുറേ ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് മീ, ഞാനും. അപ്പോൾ ഓർമ്മയിൽ നിൽക്കാത്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ ആൾക്കാർ. കാരണം പഠിക്കുന്നുണ്ട്, അത് പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ സെക്ഷുവൽ സ്പോർ ആണോ എൻഡോജിനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന, സെക്ഷുവൽ സ്പോർ ആണോ എൻഡോജിനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അങ്ങനെ ഭയങ്കര നമ്മൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രത്യേകത എന്ന് ഞാൻ പറയാൻ പോകുന്നത് തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് യൂണിറ്റ് എടുക്കുകയാണ്. അതായത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ NCERT 60 പേജുള്ള ആ ഒരു ബുക്കിനെ കൺസൈസ് ആക്കി 25 പേജസ് ആക്കി ഇട്ടുള്ള ഒരു ബുക്കാണിത്. അതായത് അത് പേഴ്സണലി ഞാൻ അത് വായിച്ചു നോക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് NCERT വരുന്ന പോയിന്റ്സുകൾ അതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ NCERT വായിക്കുന്ന സമയത്ത് എല്ലാ സെന്റൻസുകളും വായിച്ചു പോകണമെന്നാണല്ലോ പൂർവികരായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ സെന്റൻസ് വായിക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാം വായിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യം ഉണ്ടാകത്തില്ല. പക്ഷേ ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ പഠിക്കേണ്ടത് ആ സംഭവങ്ങൾ മാത്രമേ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഏതൊക്കെ പിക്ചേഴ്സുകളാണോ പഠിക്കേണ്ടത് അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് തന്നെ ടേബിൾസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നിങ്ങൾ മറന്നുപോയത് ഏതെന്ന് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ കൂടെ അവരുടെ കയ്യിലുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സംഭവം പഠിച്ചു, ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്, ആ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങളടുത്ത് തന്നെ അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഈ സംഭവത്തിന്റെ ആൻസർ എന്താണ്, അത് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ പോർഷൻസ് ക്ലിയർ ആയി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ പിന്നെയും നിങ്ങൾക്ക് ആ ഒരു ബുക്ക് ഒരു തവണ കൂടെ വായിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ ഇല്ലാതെ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ പഠിച്ചു വന്ന ചോദ്യം അവർ തന്നെ, അതായത് പഠിച്ചു വന്ന സംഭവം അവർ തന്നെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. അതായത് ഈ സംഭവം എന്താണ്,
അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാണ്. അതുപോലെ തന്നെ പല ട്രിക്കി ആയിട്ടുള്ള നിമോണിക്സുകൾ അവർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പല തരത്തിലുള്ള നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങളുടെ കൺസെപ്റ്റുകളും നിങ്ങൾ വായിക്കുന്ന ഈ പറയുന്ന വേർഡ്സുകളും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവണം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മ ഉണ്ടാകണം എന്നുള്ള ബേസിസിലാണ് ആ ബുക്ക് പോകുന്നത് തന്നെ. അപ്പോൾ ഈ പറയുന്ന പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ എല്ലാവരും വായിച്ചു പഠിക്കുന്നവരായിരിക്കാം. എല്ലാവരും എന്നല്ല, കുറച്ച് പേര് വായിച്ചു പഠിക്കുന്നവരായിരിക്കാം, കുറച്ച് പേര് നോട്ട് എഴുതി പഠിക്കുന്നവരായിരിക്കാം, കുറേ പേര് ഈ പറഞ്ഞ വീഡിയോസ് കേട്ട് പഠിക്കുന്നവരായിരിക്കും. അങ്ങനെ പല തരത്തിലെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ പഠിച്ചത് ഏതാണ് ഓർമ്മ ഇരിക്കാത്തത് അല്ലെങ്കിൽ ഏതാണ് മറന്നു പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പകുതി രക്ഷപ്പെടും. കാര്യം എന്താണെന്ന് വെച്ചാൽ മറന്നു പോകുന്നതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഓക്കെ ഞാൻ ഇതാണ് മറന്നു പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ പോർഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ ഫഞ്ചൈ ഗ്രൂപ്പ്. അതിനകത്തുള്ള ഒരു മെയിൻ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എക്സോജിനസ്ലി എൻഡോജിനസ്ലി പ്രൊഡക്ഷൻ, അതായത് ഈ പറഞ്ഞ എസ്കോമൈസീഡ്സ് ഫൈക്കോമൈസീഡ്സ് ഈ സംഭവങ്ങൾ ഓക്കെ ഇത് ഞാൻ മറന്നു പോകുന്നുണ്ട്, അത് ഇതാണോ അതാണോ എന്ന് നമുക്ക് ഈ പറയുന്ന തെറ്റായിട്ട് നമ്മുടെ പോർഷൻ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഈ പറയുന്ന അവസാനത്തെ സമയങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ വായിച്ചു പോകാൻ തന്നെ കഴിയുന്ന തരത്തിലാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത് 30 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഞാനും അത് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ് തന്നെ എനിക്ക് വായിച്ച് തീർക്കാൻ തന്നെ സാധിച്ചു. എന്ന് പറയുമ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഏതൊരു എന്താ പറയാ മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിലും അത്രയും വായിച്ചാൽ മതിയാകും ഒരു എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. സോ അത്രയും സിമ്പിൾ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാർക്കാണെങ്കിലും വാങ്ങിക്കാൻ തരത്തിനുള്ള ഒരു പ്രൈസിനാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് അവർ കൊടുക്കുന്നത് ആ പ്രൈസിനാണ്. അതായത് അവർ ഒരു പേപ്പർ വിൽക്കുന്ന ഒരു യൂണിറ്റ് വിൽക്കുന്ന വില എന്ന് പറയുന്നത് 15 രൂപയ്ക്കാണ്. അപ്പോൾ 15 രൂപയ്ക്ക് തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഈ പറയുന്ന ബുക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചതൊക്കെ ഇനി മറന്നു പോകുന്നു, ഓർമ്മയിരിക്കാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ അടുത്ത് ഇനി ആരും കംപ്ലൈന്റ് പറയരുത്. എനിക്കൊരു സൊല്യൂഷൻ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ടൈം മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല എന്ന് പറയരുത്, അതിനുള്ള സൊല്യൂഷൻ തന്നിട്ടുണ്ട്. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് നിങ്ങൾ 20 മിനിറ്റിൽ പഠിച്ച് തീർക്കുവാണെങ്കിൽ, ഒരു യൂണിറ്റ് 20 മിനിറ്റിൽ നിങ്ങൾ പഠിച്ച് തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇഷ്ടം പോലെ പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ പറയുന്ന ജൂലൈ 17-ാം തീയതിക്ക് മുൻപേ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം സോൾവ് ചെയ്ത് എല്ലാം പഠിച്ച് തീർത്തിട്ട് എക്സാമിന് പോകാൻ സൂപ്പറായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറയില്ലേ, എപ്പോഴും ഞാൻ പറയുന്ന സംഭവം തന്നെ എപ്പോഴും പറയുന്നുള്ളൂ, നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുക്കുക. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തനിയെ അങ്ങനെ വന്നോളും, എക്സാമിൽ തന്നെ തനിയെ വന്നോളും. അതിൻ്റെ പുറകെ നിങ്ങൾ പോകണ്ട, അയ്യോ എന്ത് ചെയ്യും, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ആകെ വിഷമമാണ്, അങ്ങനെ ഒന്നും ആരും ചിന്തിക്കേ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ച് പോവുക. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ ബുക്ക് മേടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.